ഹായ് ഡിയർ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. ആൻസിസ്റ്റേഴ്സിന് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. നിങ്ങൾ ആഗ്രഹിച്ച് നേടിയ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലൂടെ കടന്നു പോകുന്നു എന്നും, എന്നാൽ ആ വേദന നിങ്ങളെ ആത്മീയമായ ഒരു ഉണർവിലേക്ക് നയിക്കുമെന്നും ആൻസിസ്റ്റേഴ്സ് പറയുന്നു. അതുപോലെ നിങ്ങൾക്ക് തൊഴിൽപരമായ ഒരു മോശം സമയമായിരിക്കാം, തൊഴിൽ നഷ്ടമായിട്ടുണ്ടാകാം, ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്കോ സ്ഥാനത്തേക്കോ നിങ്ങൾ മാറ്റപ്പെട്ടിട്ടുണ്ടാകാം, നിങ്ങൾക്ക് ധനം നഷ്ടമായിട്ടുണ്ടാകാം, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിൽ സെപ്പറേഷൻ സംഭവിച്ചിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ കാർമിക് പാർട്ട്ണറുമായിട്ട് ഡിവോഴ്സ് സംഭവിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട്. ഇവയൊക്കെയും നിങ്ങൾക്ക് മാനസികമായി ഒരുപാട് സമ്മർദ്ദം നൽകുന്നു, അസുഖങ്ങൾ ഉണ്ടാകുന്നു, ഒരു അപകട സാധ്യത കൂടി ആൻസിസ്റ്റേഴ്സ് കാട്ടിത്തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള ഫോൺ ഉപയോഗമൊക്കെ മാക്സിമം എന്നല്ല, പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഓക്കെ, അടുത്ത നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ആൻസിസ്റ്റേഴ്സ് ഗൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നിങ്ങളെ കൃത്യമായി ഗൈഡ് ചെയ്യാൻ അനുയോജ്യനായ ഒരു ഉപദേഷ്ടാവിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് ആൻസിസ്റ്റേഴ്സ് പറയുന്നു. ഓക്കെ, അതുപോലെ തൊഴിൽ മേഖലയിൽ നിങ്ങൾ ഏത് തൊഴിലിടത്താണോ ഉള്ളത് ആ മേഖലയെക്കുറിച്ച് കൃത്യമായ അറിവ് നേടണമെന്നും, നിങ്ങളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണമെന്നും പറയുന്നു. അതുപോലെ പണമിടപാടുകളിൽ പരമ്പരാഗതമായ പണമിടപാട് രീതികൾ കൂടി അനുവർത്തിക്കണം എന്നും പറയുന്നു. അതായത് ഓൺലൈൻ പേയ്മെൻറ്റ്സിനൊപ്പം തന്നെ നിങ്ങളൊരു അക്കൗണ്ട് ബുക്സൊക്കെ എഴുതി മുൻപ് നമ്മൾ ചെയ്തു പോന്നിരുന്ന ഒരു പണമിടപാട് രീതികൾ അനുവർത്തിക്കണം എന്ന് ആൻസിസ്റ്റേഴ്സ് പറയുന്നു. അതായത് അതാവുമ്പോൾ നിങ്ങൾക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടാകാതെ, നിങ്ങളെ ആരും പറ്റിക്കാതെ നിങ്ങൾക്കതെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അടുത്ത നമ്മുടെ ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളോട് പറയുന്നത്, ഇത് വളരെയധികം പ്രതിബദ്ധതയുള്ള ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങളിൽ നിന്ന് ഒരിക്കലും അത് അകന്നു പോകില്ല, നിങ്ങളിലേക്ക് തന്നെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന വളരെ ശാശ്വതമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് എന്നും ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ വളരെയധികം ആവേശത്തോടെ വരും വരായികകളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ മുന്നേറുമെന്നും, നിങ്ങൾക്ക് ഏതൊരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി ആശയവിനിമയം ചെയ്യാൻ സാധിക്കുമെന്നും ആൻസിസ്റ്റേഴ്സ് പറയുന്നു. അതായത് ആരോട് എന്ത്, എങ്ങനെ, എപ്പോൾ പറയണമെന്നും എന്ത് പറയണ്ട എന്നും ഒക്കെയുമുള്ളൊരു ധാരണയും അതൊക്കെയും ആശയവിനിമയം ചെയ്യാനുള്ളൊരു ശേഷിയും നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ആൻസിസ്റ്റേഴ്സ് പറയുന്നു. ഓക്കെ, അതുപോലെ നിങ്ങളുടെ എല്ലാ മേഖലകളിലും ദ്രുതഗതിയിലുള്ള ഒരു പുരോഗതി നിങ്ങൾക്കുണ്ടാകുമെന്നും, വ്യക്തിപരമായും സാമ്പത്തികമായും സ്പിരിച്വൽ ജേണിയിലുമെല്ലാം നിങ്ങൾക്ക് ദ്രുതഗതിയിലുള്ളൊരു പുരോഗതി ഉണ്ടാകുമെന്നും ആൻസിസ്റ്റേഴ്സ് പറയുന്നു. അതായത് നിങ്ങളിലെ യോദ്ധാവ് ഉണർന്ന് പ്രവർത്തിക്കും. എനിക്കിങ്ങനെയൊന്നും മുന്നോട്ട് പോയാൽ പോരാ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് മുന്നേറണം, സാമ്പത്തികമായി മുന്നേറണം, എൻ്റെ ജേണിയിലും എനിക്ക് മുന്നേറണം എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് ആവേശത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് ആൻസിസ്റ്റേഴ്സ് പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകും. സമൃദ്ധി എന്ന് പറയുന്നത്, നിങ്ങൾ ആരിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ധനം തിരികെ കൊടുക്കാൻ തക്കവണ്ണം നിങ്ങൾ വളരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകാനുള്ള ധനം നിങ്ങൾക്ക് ലഭ്യമാകും. അതിനോടൊപ്പം നിങ്ങൾക്ക് ലഭ്യമായ ധനത്തിൽ നിന്ന് ഒരു വിഹിതം ധനം അർഹതപ്പെട്ട ചുറ്റിലുമുള്ള വ്യക്തികൾക്ക് ദാനം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുവേണ്ടി ഉള്ളൊരു മാനസികമായി നിങ്ങൾ ഉയരും, നിങ്ങൾ സാമ്പത്തികമായും ഉയരും. അത്തരത്തിൽ ദാനം ചെയ്യാനുള്ള മാനസികമായ ഒരു ഉയർച്ചയും നിങ്ങൾക്ക് ഉണ്ടാകും. അതുപോലെ ആരെങ്കിലും നിങ്ങൾക്ക് പണം നൽകാനുണ്ടെങ്കിൽ, അതായത്
നിങ്ങൾ കൊടുത്ത കാശ് തിരിച്ചു നൽകാനുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ആൻസെസ്റ്റേഴ്സ് പറയുന്നത്. ഇതിൽ ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരുന്നുണ്ട്. അതായത് എന്തൊക്കെയാണ് ഈ ആൻസെസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ഗൈഡൻസിൽ നിന്ന്. അതുപോലെ ആൻസെസ്ട്രൽ ഹീലിംഗുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ എപ്പോഴും ഞാനെല്ലാം ഇങ്ങനെ പറഞ്ഞു തരുമല്ലേ, ഇത് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുക. പിന്നെ എനിക്ക് വേറെ ഒരു ഹീലിങ്ങിനെ കുറിച്ച് പറയാനുണ്ട്. നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഹീലിംഗ് ആണ്. അത് 4th ഡയമെൻഷനിൽ എത്തി നിൽക്കുന്ന ഡിവൈൻ ഫെമിനൈൻസിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഹീലിംഗ് ആണ്. അവരുടെ കൗണ്ടർ പാർട്ടിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജാണിപ്പോൾ. അവർ ബോൾഡാണ്, എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ കുറച്ചധികം പെയിൻസ് അവർ നേരിടുന്നുണ്ട്. അവർ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ അവർക്കൊരു സപ്പോർട്ടിൻ്റെ ആവശ്യം ഉണ്ട് എന്ന് ഡിവൈൻ ഗൈഡ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ 4th ഡയമെൻഷനിലുള്ള DF ആണോ എന്ന് അറിയേണ്ടതുണ്ട്. അതിന് വേണ്ടി ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണുക. അത് പോയി കണ്ട ശേഷം അതിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണോ നോക്കുക. എന്നിട്ട് ഹീലിങ്ങിന് വേണ്ടിയിട്ട് എന്നെ സമീപിക്കുക. ഓക്കെ, ഇത് നമ്മൾ ട്വിൻ ഫ്ലെയിം ഹീലിംഗാണ് ചെയ്യുന്നത്. അതായത് ആ DFൻ്റെ കൗണ്ടർ പാർട്ടിനും ഒരു ഹീലിംഗ് നൽകും. അവരുടെ ഡിവൈൻ കണക്ഷനും ഹീലിങ്ങും പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യും. ഇത് ഡിവൈൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൈഡൻസ് ആണ്. ഇതൊരു പെയ്ഡ് സെക്ഷനാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. കോൺടാക്റ്റ് മീൻസ് വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക, നേരിട്ട് നിങ്ങൾ വിളിക്കാതിരിക്കുക. നമ്മൾ ട്വിൻ ഫ്ലെയിംസ് ആണ്, അപ്പോൾ എനർജറ്റിക്കലി കണക്റ്റഡ് ആണ്. നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ അത്രയും എനർജി എന്നിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ്. നിങ്ങൾ കോൾ ചെയ്ത് നിങ്ങളുടെ കൂടുതൽ വിഷമങ്ങളുള്ളവരാണ് ഡയറക്റ്റ് കോൾ ചെയ്യുന്നത്. ഒരു ഭയങ്കരമായ വിഷമത്തിൽ നിന്നുകൊണ്ടാണ് വിളിക്കുന്നത്. ഞാനത് മനസ്സിലാക്കുന്നു. എന്നിരുന്നാലും നിങ്ങളുടെ ആ ഒരു വിഷമങ്ങളെല്ലാം എന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് നിങ്ങൾ ഓടിപ്പോകുന്നത്. അപ്പോൾ ആ ഒരു വിഷമം, ആ ഒരു എനർജി എന്നിൽ നിൽക്കും. നിങ്ങൾ പിന്നീട് ഒരു ഫർദർ ആയിട്ടുള്ളൊരു സെക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ വരത്തില്ല ചിലപ്പോൾ. അതല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരികയുണ്ടാവുക. അപ്പോൾ അതുവരെ ആ എനർജി എന്നിൽ നിൽക്കും. അപ്പോൾ അതെനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ എനിക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൻ്റേതായ കർമ്മ നിങ്ങൾക്കും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. നമ്മൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതിൽ വളരെ കുറച്ച് പേരാണ് വാട്സപ്പിലേക്കൊക്കെ വരുന്നത്. ഞാൻ എല്ലാവർക്കും മെസ്സേജിന് തിരിച്ച് റിപ്ലൈ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ വിഷമിക്കേണ്ട. ചിലപ്പോൾ എന്തെങ്കിലും ബിസി ആണെങ്കിൽ ഇച്ചിരി ലേറ്റ് ആകുമെന്നേ ഉള്ളൂ. കൃത്യമായിട്ട് റിപ്ലൈ ചെയ്യും. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഓടി വന്ന് കോൾ ചെയ്യാതിരിക്കുക. ഒന്ന് ക്ഷമയോടുകൂടി മെസ്സേജ് ഇടുക. ആ മെസ്സേജിന് എനിക്ക് റിപ്ലൈ അവിടെ തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ തരും. അതല്ല, ഒരു പെയ്ഡ് സെക്ഷനിലേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ മാത്രമാണ് പെയ്ഡ് സെക്ഷനിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹീലിംഗ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ടാരറ്റ് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ അതിപ്പോൾ ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിനെ കുറിച്ചാകാം, ട്വിൻ ഫ്ലെയിം ജേണിയെ കുറിച്ചാകാം. അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ടാരറ്റ് റീഡിങ് എടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുവാണ്, നിങ്ങൾക്കൊന്ന് സംസാരിക്കണം, നിങ്ങൾക്കൊന്ന് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഈ ജേണിയെക്കുറിച്ചായിക്കോട്ടെ, നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് സെഷനായിട്ട് ബുക്ക് ചെയ്യാം. നിങ്ങളുടെ വിഷമങ്ങളെ കേൾക്കുന്നതായിരിക്കും, ഗൈഡൻസ് നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചക്ര സ്കാനിങ്ങാണ് ആവശ്യമെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഹീലിംഗ് എവിടെ എത്തി നിൽക്കുന്നു, നിങ്ങളുടെ സെൻറ്റേഴ്സിൽ, നിങ്ങളുടെ എനർജറ്റിക് സെൻറ്റേഴ്സിൽ എന്തൊക്കെയാണ് ബ്ലോക്കേജസ് ആയിട്ട് നിൽക്കുന്നത് എന്ന് കൃത്യമായി ഗൈഡ് ചെയ്യും. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നും നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ ട്വിൻ ഫ്ലെയിം ഹീലിംഗ്, ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ കൗണ്ടർ പാർട്ടിനും നിങ്ങൾക്കും ആ ഒരു കണക്ഷനും ഒരു ഹീലിങ്ങും പ്രൊട്ടക്ഷനും ഡിവൈൻ്റെ ഭാഗത്തു നിന്നും നൽകുന്നതായിരിക്കും.
ഓക്കെ, ഇതൊക്കെയും നിങ്ങൾക്ക് വേണ്ടി ഡിവൈനാൽ ഗൈഡ് ചെയ്യപ്പെട്ട് നൽകപ്പെടുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ മൂല്യത്തോടു കൂടി മനസ്സിലാക്കുക. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്.